വിശ്വബംഗ്ലാ ഗേറ്റ് എനിക്ക് പിറകിൽ കാണുന്ന കൊൽക്കത്തയുടെ ന്യൂ ടൗണിന്റെ അഭിമാനമായി തലയുയർത്തി നിൽക്കുന്ന മെട്രോപൊളിറ്റൻ സിറ്റിയെ അടയാളപ്പെടുത്തുന്ന പുതിയ കാലത്തിന്റെ പുതിയ വിശേഷം. അത് ഒരു റെസ്റ്റോറന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ആ റൗണ്ട് അബൌട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ ഇനി വിശ്വബംഗ്ലയിലെ കാഴ്ചകളാണ്. ആധുനിക കൊൽക്കത്തയ്ക്ക് ഇപ്പോൾ രണ്ട് മുഖമുണ്ട്. ഒന്ന് ഓൾഡ് കൊൽക്കത്തയും മറ്റൊന്ന് ന്യൂ കൊൽക്കത്തയും. ഇതിൽ ന്യൂ കൊൽക്കത്തയെ അടയാളപ്പെടുത്തുന്ന പേരാണ് ന്യൂ ടൗൺ. ഈ ന്യൂ ടൗണിൽ തന്നെയാണ് ഈ മഹാനഗരത്തെ അടയാളപ്പെടുത്തുന്ന വിശ്വബംഗ്ലാ ഗേറ്റും സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ രസകരമായ കാഴ്ച എന്താണെന്നറിയോ? എനിക്ക് പിറകിൽ ഇതിന്റെ താഴെ റോഡാണ്, സിഗ്നലാണ്. സിഗ്നലിൽ വണ്ടികളൊക്കെ നിൽക്കും. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ സ്ഥലമല്ലേ, ഈ പച്ച പുൽമേടുണ്ടല്ലോ, ഇവിടെ വന്ന ആളുകൾ വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കും, ഇവിടെ കിടക്കും, ഇരിക്കും. ചിലവരൊക്കെ ഭക്ഷണമൊക്കെ ചെറുതായിട്ടൊക്കെ വന്ന് കൊണ്ടുവരും. ഇത് ആസ്വദിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ് എന്നതിനെ അവര് അന്വർത്ഥമാക്കാണ്. ഇവിടേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഓൺലൈനിൽ 100 രൂപ ടിക്കറ്റ് പേ ചെയ്തതിന് ശേഷം മാത്രമേ അവർ ഷെഡ്യൂൾ തരും. ആ ഷെഡ്യൂൾ സമയത്ത് മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. അല്ലാതെയും ഇവിടെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഏതായാലും ഒന്ന് പോയി നോക്കാം. നമുക്ക് 6 മണിക്കാണ് ഇവിടെ ടിക്കറ്റ് ലഭിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ എത്തിയപ്പോ 5:28 അപ്പൊ 6 മണിയുടെ 5 മിനിറ്റ് മുൻപ് മാത്രമേ നമുക്ക് അവിടെ കയറാൻ അനുവാദമുള്ളൂ. കാരണം അവിടെയുള്ള ആളുകൾ ഇറക്കി പുതിയ ആളുകളൊക്കെ ആ രീതിയിലാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടി. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പൊ നമ്മുടെ ലഗേജ് എല്ലാം ഇവിടെ കൊടുക്കണം. ഷൂട്ടിംഗ് പർപ്പസ് വലിയ പ്രശ്നമില്ല. ഇവിടുന്ന് ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിന് പുറമെ സ്റ്റെയർ ഉണ്ട്. സ്റ്റെയറും വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഈ ബംഗാളിലേക്ക് വരുന്ന സമയത്ത് ബംഗാളിന്റെ ഒരു ടൈഗർ എപ്പോഴും ഇവിടുത്തെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 3 നില കയറി വിശ്വബംഗ്ലയുടെ ലിഫ്റ്റിൽ ഇവിടെ എത്തി. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ബംഗാളിലെ ന്യൂ ടൗണിന്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അതൊരു രക്ഷയില്ല. അടിപൊളി കാഴ്ചയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ടൗൺ മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എത്തി. ഇതിനകത്ത് ഒരു റെസ്റ്റോറൻറ്റ് ബേസിൽ കുറേ ടേബിൾസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്കാ റെസ്റ്റോറൻറ്റ്. ഈ നഗരം ഇങ്ങനെ ആസ്വദിച്ച് ഒരു ഭാഗത്ത് മെട്രോ ഉണ്ട്, ഒരുപാട് അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളുണ്ട്, താഴെ വാഹനങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പറഞ്ഞാൽ രാത്രി ഇത് ആസ്വദിക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പം തന്നെ നമ്മൾ എത്തുമ്പോൾ 5:30 മണിയാണ്. ഈ ഒരു സമയത്തൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ വരുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ റെസ്റ്റോറൻറ്റിന് ഇവർ ഭയങ്കരമായിട്ട് അത് ആ രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ബംഗാളിൻ്റെ ഒരു പ്രതീകം എന്ന് പറയുന്നത് കടുവയാണ്, ടൈഗർ. ആ ടൈഗർ ഇതിൻ്റെ ഒരു ചുമർ ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഗ്ലാസ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ കൊൽക്കത്ത നഗരത്തിൻ്റെ ന്യൂ ടൗണിൻ്റെ ഒരു വിധപ്പെട്ട ഭാഗങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ മെട്രോ പോകുന്ന ഭാഗങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങി ഒരു വിധപ്പെട്ട സംഭവങ്ങളെല്ലാം നമുക്ക്. പിന്നെ ഇത് ഇവിടെ എങ്ങനെ ബുക്ക് ചെയ്യാമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ബുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെയാണ് നമ്മൾ 100 രൂപ പേ ചെയ്ത് ഇതിനകത്ത് കയറേണ്ടത്. എൻട്രി ഫീ ആണ് 100 രൂപ. പിന്നെ മറ്റ് നമ്മൾ ഇവിടെ വന്ന് നമുക്ക് സംഗതികളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാമെന്നുള്ളത്. ഇവിടുത്തെ മെനു എന്താണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. നമുക്കതൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ കാഴ്ച. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇവിടുത്തെ ഒരു വ്യൂ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓക്കെ. ഇവിടുത്തെ മെനു എന്ന് പറയുന്നത് ചെറിയ മെനു ഒന്നല്ല ഉണ്ടാവുക. യെസ്, മിനിമം ഒരാൾക്ക് 500 രൂപ ആണ്
മിനിമം ഒരാൾക്ക് ടിക്കറ്റ് വിത്ത് 500 രൂപ. അവിടുത്തെ ഏറ്റവും മിനിമം സംഭവം ഇവിടെയുണ്ട്. 549 രൂപയുടേതാണ് ഇവിടുത്തെ മിനിമം എന്ന് പറയുന്നത്. ബാക്കി പിന്നെ 890 അങ്ങനെ പല രീതിയിലുള്ള കോഫി ഹൗസ് ഉണ്ട്. ഇതിനകത്ത് തന്നെ 1, 2, 3 ഐറ്റങ്ങളുടെ തന്നെ സ്പെഷ്യൽ ഷോപ്പുകളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണ്. നമുക്കിനി കാഴ്ച കാണാം. ബിശ്വബംഗ്ല എന്ന പേരിന് പിറകിൽ ഒരു കഥ കൂടിയുണ്ട്. വെസ്റ്റ് ബംഗാൾ എന്ന പേരിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡറിൽ ഏറ്റവും അവസാനമാണ് ബംഗാൾ. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ബിശ്വബംഗ്ല എന്ന പേരിലേക്ക് ബംഗാളിനെ മാറ്റുന്നത് എന്ന ഒരു സംസാരം ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ ബിശ്വബംഗ്ലയെ അടയാളപ്പെടുത്തുന്ന കെട്ടിടമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇതാണ് ബിശ്വബംഗ്ല ഗേറ്റ്. കൊൽക്കത്തയിലെ ന്യൂ ടൗണിലെ ജോയ് നഗരത്തിന്റെ ഒത്ത നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന കെട്ടിടം. ദൂരെ നിന്നും കണ്ടാൽ ഏതെങ്കിലും പരസ്യ ബോർഡോ ആകാശപാതയോ ആണെന്നൊക്കെ തോന്നിപ്പോകുമെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഹോട്ടലാണ്. ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് കൊൽക്കത്ത ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിച്ച ഈ കെട്ടിടം ഇപ്പോൾ കൊൽക്കത്തയിലെ നിരവധി അത്ഭുതങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഒന്നാണ്. ബംഗാളിന്റെ ചരിത്രവും സംസ്കാരവും എഴുതി ചേർത്ത ഈ ഹോട്ടൽ സന്ദർശകരുടെ പ്രധാന കേന്ദ്രം കൂടിയാണ്. ഫൈൻ ഡൈൻ റെസ്റ്റോറന്റ്, വ്യൂവിംഗ് ഗാലറി, സുവനിയർ ഷോപ്പുകൾ എന്നിവ ഈ സ്മാരകത്തിലുണ്ട്. സന്ദർശക ഗാലറിയിലും റെസ്റ്റോറന്റിലും സന്ദർശകർക്ക് നഗരത്തിന്റെ പക്ഷിക്കാഴ്ചകൾ ആസ്വദിക്കാൻ ഗ്ലാസ് ഭിത്തികളും ഉണ്ട്. 2017 മാർച്ച് 6 ഗേറ്റിന്റെയും തൂക്ക് റെസ്റ്റോറന്റിന്റെയും നിർമ്മാണം ആരംഭിച്ചത്. 2019 ജനുവരി 31 പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉദ്ഘാടനം ചെയ്തു. 25 കോടി രൂപയായിരുന്നു മുഴുവൻ പദ്ധതിയുടെയും ആകെ ചിലവ്. സ്റ്റീലും ഗ്ലാസും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കമാനങ്ങളുടെ ആകെ ഉയരം 55 മീറ്ററാണ്. 70 ടൺ ഉരുക്കുകൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സർവീസ് ലിഫ്റ്റും 3 ലിഫ്റ്റുകളും കാഴ്ച പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശനം ലഭിക്കുന്ന 2 സെറ്റ് സ്റ്റെയർ കേസുകളും ഇവിടെയുണ്ട്. പ്ലാറ്റ്ഫോം തന്നെ ഭാരം കുറഞ്ഞ ഉരുക്ക് ഘടനയിൽ ഉള്ളതാണ്. അതിന്റെ പുറം ചുറ്റളവിൽ ഒരു ഗ്ലേസിംഗ് കൂടിയുണ്ട്. എന്നാൽ മറ്റു 3 വശങ്ങളും PVC പൂശിയ പോളിസ്റ്റർ മെംബ്രൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ്. കൊൽക്കത്ത ന്യൂ ടൗണിന്റെ 360 ഡിഗ്രി ദൃശ്യം നൽകുന്ന ഒരു അടച്ച എയർ കണ്ടീഷൻഡ് സ്ഥലമാണ് വ്യൂവിംഗ് പ്ലാറ്റ്ഫോം. ഈ റെസ്റ്റോറന്റിൽ ഒരേ സമയം 100 പേർക്ക് മാത്രമാണ് അനുമതി ലഭിക്കുക. റെസ്റ്റോറന്റിൽ പരിമിതമായ സീറ്റുകളാണുള്ളത്. അതിനാൽ തന്നെ ടേബിളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ടോയ്ലറ്റ് സൗകര്യവും ബാഗേജ് ഏരിയയും എല്ലാം താഴത്തെ നിലയിലാണ്. ഭക്ഷണവും പുകയില വസ്തുക്കളും കാഴ്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഗേറ്റ് മുഴുവൻ സമയവും CCTV നിരീക്ഷണത്തിലുമാണ്. വ്യൂവിംഗ് ഗാലറിയിലെ നിരീക്ഷണാലയം അറ്റകുറ്റപ്പണികൾക്കായി തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 6 മണി വരെ തുറന്നിരിക്കും. 12 മണിക്കും 4 മണിക്കും 5 മണിക്കും എന്നിങ്ങനെ 3 സന്ദർശക സ്ലോട്ടുകളായിരിക്കും ഉണ്ടാവുക. ഓരോ സ്ലോട്ടും 45 മിനിറ്റാണ്. സുരക്ഷാ കാരണങ്ങളാൽ ഓരോ സ്ലോട്ടിലും ഒരേ സമയം 100 പേർക്കാണ് ചിലവഴിക്കാൻ കഴിയുക. ഭക്ഷണം കഴിക്കാനായി ഒരേ സമയം 72 പേർക്ക് ഇരിക്കാവുന്ന ഫൈൻ ഡൈൻ റെസ്റ്റോറന്റ് ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ അതിഥികൾക്കായി ഈ ഹോട്ടൽ തുറന്നിരിക്കും. ബിശ്വബംഗ്ല ഗേറ്റിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യണം. 100 രൂപയാണ് ടിക്കറ്റ് ഫീസ്. ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ അല്ലെങ്കിൽ HIDCO വെബ്സൈറ്റുകൾ വഴി മാത്രമാണ് ബുക്ക് ചെയ്യേണ്ടത്.